വളരെ വിചിത്രവും അതിഭയാനകവുമായിട്ടുള്ളൊരു രോഗമാണ് പ്രമേഹ പാദരോഗം. നമ്മളറിയാതെ നമ്മുടെ കാലിൽ നിന്ന് നമ്മുടെ സ്വന്തം ചെരുപ്പ് ഊരി പോകുമ്പോൾ അറിയുന്നില്ല. ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ കാലിൽ എലിയോ മറ്റോ പാറ്റയോ വന്ന് എൻ്റെ വിരലുകളോ മറ്റോ കടിച്ച് മുറിച്ച് കൊണ്ടുപോകുന്ന അത്രയും വിചിത്രമായൊരു രോഗം ഞാൻ അറിയുന്നില്ല. ഡയബറ്റീസിനെ തന്നെ ഇതുതന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകൾ നഷ്ടപ്പെടുന്നു, ഞാൻ അറിയാതെ എൻ്റെ കിഡ്നികൾ നഷ്ടപ്പെടുന്നു, ഞാൻ അറിയാതെ എൻ്റെ സൈലൻ്റ് അറ്റാക്ക് വരുന്നു. ഇതേപോലെ ഞാൻ അറിയാതെ എൻ്റെ കാലുകളെ ബാധിക്കുന്ന പ്രമേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഫൂട്ട് അറ്റാക്ക്. അപ്പോൾ വളരെ വളരെ ചെറിയൊരു വ്രണമായിരിക്കാം, അല്ലെങ്കിൽ ആ നഖത്തിൽ വരുന്നൊരു കളറായിരിക്കാം നാളെ എൻ്റെ പാദം മുറിച്ച് കളയുന്നത്. ഇവിടെ പ്രശ്നമുണ്ടാകുന്നത് നിയന്ത്രണമല്ലാത്ത പ്രമേഹമാണ് കോംപ്ലിക്കേഷൻസിൽ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടിലോട്ട് നയിക്കുന്നത്. തീർച്ചയായിട്ടും നേരത്തെ കൂട്ടി വളരെ വ്യക്തമായ രീതിയിൽ പ്രമേഹത്തെ മനസ്സിലാക്കി പാദരോഗ വിഭാഗത്തിൽ പ്രമേഹ പാദരോഗം വന്നിട്ടുണ്ടോ, ഞരമ്പുകൾ കേടുവന്നിട്ടുണ്ടോ, എന്താണ് അതിന് പ്രതിവിധി, ശരിയായ രീതിയിലുള്ള പാദ സംരക്ഷണമാണോ, അതല്ലെങ്കിൽ എൻ്റെ നിയന്ത്രണമില്ലാത്ത ഷുഗറാണോ, മറ്റ് രക്തോട്ടക്കുറവ് എൻ്റെ കാലിലുണ്ടോ, ഇത് മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്തിയാൽ എനിക്ക് എൻ്റെ കാലുകൾ മുറിച്ച് കളയാതെ സുഖമായി ജീവിച്ച് ജീവിതകാലം മുഴുവൻ എൻ്റെ കാലുമായിട്ട് എനിക്ക് നടക്കാം.